മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമനോടായിട്ട് മേഘൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത്തവണ ഒരു കാരണവശാലും അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലച്ചാ. കാരണം അത്രയ്ക്ക് ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. അവൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഞാൻ അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറയുമ്പോൾ, നീ എന്താണ് മേഘ ഇത്തവണ ചെയ്തിരിക്കുന്നത് ചോദിക്കുമെന്ന് നമ്മുടെ ഒരാളെ തന്നെ ബോംബുമായിട്ട് അവളുടെ അടുത്തേക്ക് കൊല്ലാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ചാവേറാവാമെന്ന് അവൻ സമ്മതിച്ചു. പിന്നെ ആ ബോംബിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് എൻ്റെ മൊബൈലിലാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. ഞാൻ ഇവിടെ നിന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യസമയത്ത് ബോംബ് പൊട്ടിത്തെറിക്കും. അവന് ചോദിക്കുന്ന പണം കൊടുത്തിട്ടാണ് ഞാനിതിന് സമ്മതിപ്പിച്ചെടുത്തത്. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞത് അവൾക്ക് ഇതിൽ നിന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അതിനുവേണ്ടി അവൻ അവളെയും കൊണ്ട് ആൾപ്പാർപ്പില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് പോകും. കൃത്യം 5:15 ആകുമ്പോൾ ഞാൻ ഈ ഫോണിൽ ബട്ടൺ പ്രസ് ചെയ്യും. അതോടുകൂടി അവിടെ ബോംബ് പൊട്ടിത്തെറിക്കും. മാത്രമല്ല അവളുടെ ഡെഡ് ബോഡി പോലും കിട്ടാതെ അവൾ ഒരു പിടി ചാരമാകും. ഞാനാണ് ഇതിൻ്റെ പുറകിലെന്ന് ആർക്കും ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ വാമനോട്. അങ്ങനെ മേഘൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഈ വാക്കുകൾ കേട്ട് ഇത്തവണ എന്തായാലും മഹാലക്ഷ്മി എന്നുള്ള ശല്യം തീരും. അവൾ ഇനി ഒരു തലവേദനയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ശേഷം കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചെല്ലാം ഓർത്ത് വല്ലാതെ തന്നെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന മഹിയാണെങ്കിൽ അതിന് മുൻപായിട്ട് കണ്ണനെ വിളിക്കുകയും ഉടനെ തന്നെ അവിടെ അഗസ്ത്യകൂടത്തിലേക്ക് എത്താമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം പുതിയൊരു ഡ്രൈവറെ കാണുന്ന മഹിയാണെങ്കിൽ അയാളെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കണ്ണൻ സാറിൻ്റെ ഡ്രൈവർ തന്നെയാണ് എന്നെ മാഡത്തെ പിക്ക് ചെയ്യാനായിട്ട് അയച്ചതെന്നും അയാൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ വിശ്വസിപ്പിച്ചെടുക്കുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മിയും കൊണ്ട് അയാൾ ഒരാൾപ്പാർപ്പില്ലാത്തൊരു കെട്ടിടത്തിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതും പരിഭ്രമത്തോടു കൂടി ഈ സ്ഥലം ഏതാ, എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നെല്ലാം മഹാലക്ഷ്മി ഭയത്തോടു കൂടി ചോദിക്കുമ്പോൾ, അതെല്ലാം മാഡത്തിന് വഴിയെ മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ദേഹത്ത് ചുറ്റിയിരിക്കുന്ന ആ ബെൽറ്റ് ബോംബ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾ. അങ്ങനെ മഹി ആകെ ഭയന്ന് വിറച്ച് കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്, താൻ എന്തിനാ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്, ആരാ തന്നെ ഇതിനു വേണ്ടി പറഞ്ഞു വിട്ടത് എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം കണ്ണനാണെങ്കിലും മഹാലക്ഷ്മിയെ കുറേ നേരമായിട്ടും കാണാത്തത് കൊണ്ട് തന്നെ വളരെയധികം ടെൻഷനിൽ തന്നെയാണ്. ഇതേ സമയം ആ ഡ്രൈവർ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, മാഡം ഈ കാറിൽ നിന്നും ഇറങ്ങി ഓടാനോ ആരെയെങ്കിലും വിളിച്ച് വിവരം അറിയിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ പേടിപ്പിച്ചിരുത്താണ്. കൃത്യം 5:15 ഈ ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് അയാൾ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി വല്ലാതെ തന്നെ പേടിക്കുന്നുണ്ട് കേട്ടോ. വല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് വല്ലാതെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇതേ സമയം കണ്ണൻ മഹാലക്ഷ്മിയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി ആ കോള് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അവിടെ നിന്ന് അനങ്ങുകയോ കോൾ അറ്റൻഡ് ചെയ്യാനോ തിരിച്ച് വിളിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കണ്ണൻ്റെ കോള് അറ്റൻഡ് ചെയ്യാതെ തന്നെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ സമയം 5:15 അടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ മഹാലക്ഷ്മിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാർക്കോ നമ്മുടെ ലോപ്പസുമായിട്ട് അവിടെ എത്തുന്നുണ്ട്. ലോപ്പസിനെയും കൂട്ടി അവിടെ എത്തുകയാണ്. കൂടെ ഇത്തവണ സാഗറുമുണ്ട് കേട്ടോ അവരുടെ കൂടെ. അങ്ങനെ മാർക്കോയെ അവിടെ കൃത്യസമയത്ത് കാണുന്നതും ശ്വാസം നേരെ വീഴുന്നുണ്ട് മഹിക്ക്. തുടർന്ന് മാർക്കോ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം നടത്തി അയാളിൽ ദേഹത്ത് ചുറ്റിയിരിക്കുന്ന ആ ബോംബ് നിർവീര്യമാക്കുകയും മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മേഘനാണ് അയാളെ ഭീഷണിപ്പെടുത്തി അയാളെ ചാവേറാക്കാൻ വേണ്ടി നിയോഗിച്ചത് എന്നുള്ള കാര്യമെല്ലാം അയാൾ മാർക്കോയോടായിട്ട് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ മേഘൻ്റെ ഭീഷണിക്ക് മുൻപിൽ തനിക്ക് വഴങ്ങേണ്ടി വന്നു എന്നും അയാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തവണയും കൃത്യസമയത്തെത്തി മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് മഹിയുടെ രക്ഷകനായി മാറുകയാണ് കേട്ടോ നമ്മുടെ മാർക്കോ. തുടർന്ന് മാർക്കോയുടെ കൂടെ സാഗറിനെ കാണുന്ന മഹിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മാർക്കോ ഇവൻ്റെ ആളായിട്ട് ഇവൻ്റെ വാക്ക് കേട്ടിട്ടാണോ എന്നെയും കണ്ണേട്ടനെയും ചതിക്കാനാണോ വന്നത് എന്നെല്ലാം മാർക്കോയുടെ ദേഷ്യത്തോടെ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ, മഹാലക്ഷ്മി മാഡം എന്നോട് ക്ഷമിക്കണം, മാഡത്തിനോട് അന്ന് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നെനിക്ക് മനസ്സിലായി, അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മാർക്കോയുടെ കൂടെ വന്നതെന്നും സാഗർ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോട്. തുടർന്ന് മാർക്കോയും മഹിയോട് പറയുന്നുണ്ട്, സാഗർ പറഞ്ഞത് ശരിയാണ്, അന്ന് മേഘന് വേണ്ടിയിട്ട്
കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൽ സാഗറിന് നല്ല കുറ്റബോധം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹിയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് സാഗർ വീണ്ടും മാപ്പ് അപേക്ഷിക്കുമ്പോൾ മഹിക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നില്ല. മഹി സാഗറിനോട് ക്ഷമിക്കുന്നുണ്ട് കേട്ടോ. ശേഷം മാർക്കോ പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പൊതുശത്രു മാത്രമേ ഉള്ളൂ, മേഘൻ. മഹാലക്ഷ്മിയോട് ഈ കൊടും ചതി ചെയ്യാൻ തുനിഞ്ഞ അവന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചുവിട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലോപ്പസിനോട് ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ ലോപ്പസും സാഗറും ചെന്ന് ആ ബോംബ് മേഘൻ്റെ കാറിൽ മേഘൻ അറിയാതെ തന്നെ കൊണ്ടുചെന്ന് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ മേഘൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബോംബ് പൊട്ടേണ്ട ആ സമയമാവുന്നതും മേഘൻ തൻ്റെ ഫോണിലുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതും കാറ് പൊട്ടിത്തെറിച്ച് മേഘന് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏൽക്കുന്നുണ്ട് കേട്ടോ. തീഗോളമാവുന്നുണ്ട് കാർ ഉൾപ്പെടെ. അങ്ങനെ മഹിക്ക് വേണ്ടി ഒരുക്കി വെച്ച കെണിയിൽ മേഘൻ തന്നെയാണ് കേട്ടോ താൻ അറിയാതെ ചെന്ന് വീഴുന്നത്. ശരീരമാസകലം പൊള്ളലേറ്റ് വല്ലാത്തൊരവസ്ഥയിലാവുന്നുണ്ട് മേഘൻ. പിന്നീട് മേഘന് സംഭവിച്ച ദുരന്തം അറിഞ്ഞ് വാമനും സീമന്തിനിയുമായിട്ട് നേരെ ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കി ഇവനെങ്ങനെ ഹോസ്പിറ്റലായി, ഗുരുതരമായിട്ട് പൊള്ളലേറ്റ് ഇവനെങ്ങനെ ഹോസ്പിറ്റലായി എന്ന് ആലോചിച്ചിട്ട് വാമന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശേഷം ഡോക്ടർ വന്നിട്ട് വാമനോട് പറയുന്നുണ്ട്, അയാളുടെ നില വളരെ ഗുരുതരമാണ്, ദേഹമാസകലം പൊള്ളിപ്പോയിട്ടുണ്ട്, മാത്രമല്ല 2 കാലുകളും വല്ലാതെ തന്നെ പൊള്ളലേറ്റിട്ടുണ്ടെന്നും ഇനി അയാൾക്ക് നടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ടെന്നും 24 മണിക്കൂർ കഴിഞ്ഞ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം തരാൻ കഴിയൂ എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് വാവിട്ട് കരയാണ് കേട്ടോ വാമനും സീമന്തിനിയും. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്